ഹലോ, ഐ എം പ്രകാശ്. ഹലോ. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കൂ. ഞാൻ വേണേ വലുതുകാലം വെച്ച് തുടങ്ങിത്തരാം. ഇതിന് ഉറപ്പൊന്നുമില്ലല്ലോ. ഇപ്പൊ ചെന്നാ കഞ്ഞി കിട്ടും, അല്ലെങ്കിൽ അതും കിട്ടില്ല, അല്ലെങ്കിൽ കാഞ്ഞിലിക്കഥം ഇങ്ങനെ നീ നോക്കിയ ഓരോ മരമായിട്ട് ഇയാൾ വെട്ടി നശിപ്പിച്ചിട്ട് വെറും തരിശു ഭൂമി നമ്മളെ കയ്യിലർപ്പിക്കും. 4 പിള്ളേരുണ്ടല്ലോ ഇവിടെ പറഞ്ഞ തൂറാപ്പം. ചേട്ടാ തൈര് വേണോ? ചോദിച്ചേട്ടാ സഹോദരി, തൈര് വേണമെന്ന്. എടാ നിന്നെ കണ്ടല്ലേടാ ഈ ചെറുക്കൻ പഠിക്കണേ, അല്ലേ? നിന്റെ ഇടയിൽ പഠിക്കണ നിന്നെ കണ്ടല്ലേടാ. എന്താടാ നോക്കണേ? നിനക്ക് ബിയർ വേണോ? അല്ലടാ പറയടാ. ചെറുതിറങ്ങിയിട്ടുണ്ട്, ഇപ്പൊ ചെറുതിറങ്ങിയിട്ടുണ്ട്. ക്യാപ്സിക്കം, സവാള, മല്ലിയില, കേശുവണ്ടി, കശുവണ്ടി, പിന്നെ കിസ്മസ്, ആരാണ്ട് സ്ലിപ്പായതാടെ, കിസ്മസ്, തക്കാളി, പിന്നെന്താ പടവലം വേണ്ടടാ. പടവലം വേണ്ടേ? ഇത്ര മതി. ആ മതി. കട്ട് ചെയ്ത് വെക്കാം. അപ്പോഴേക്ക് മീനെത്തും. കടൽ വഴി നീന്തി കര വഴി വന്ന് ഗേറ്റ് വഴി കടന്നിട്ട് കോളിപ്പില്ലടി നീരു. വെക്കാൻ പാടില്ല. ഇത് തറയിലല്ലേ അവിടെ കൊണ്ടുപോയി വെക്കണേ? വഴിയെ പോകുമ്പോ വെക്കാൻ പാടില്ലെന്ന്. നിറകൂടാൻ പോകുന്ന വഴിക്ക് തറയിലും വെക്കാൻ പാടില്ല, വീടിന്റെ മുറ്റത്തും വെക്കാൻ പാടില്ല. പിന്നെ ഇടുപ്പിലെ വെള്ളം അടുപ്പ് വരെ. നിറകുടമേന്തും പെണ്ണിന് ഒരു കൈ സഹായിക്കാത്ത പുരുഷൻ സ്വർഗത്തിലും സ്ഥാനമില്ല, മോക്ഷത്തിലും സ്ഥാനമില്ല എന്നുണ്ട്. പിന്നെ മഹാവി കുട്ടമ്പിള്ള പറഞ്ഞത്. നീ പടവലത്തുനിന്ന് വന്നിട്ട് എവിടെ പോയെന്നാ ചോദിച്ചേ? ഞാൻ പോയതല്ലമ്മേ, എന്നെ പറഞ്ഞു വിട്ടതാ. ആര് പറഞ്ഞു വിട്ടു? വിധി. പെണ്ണെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ. വിധി. അമ്മേ, ഞാൻ ഇവിടുന്ന് കുറച്ച് സമയം മാറി നിൽക്കാമെന്ന് കരുതി പാർക്കിലേക്ക് പോയതാ. അപ്പൊ അവിടെ വെച്ച് പഴയ ചീഫ് അക്കൗണ്ടന്റ് ഇല്ലേ ഓഫീസിലെ, അദ്ദേഹത്തെ ഞാൻ കണ്ടു, രാമേന്ദ്രൻ സാറിനെ. അദ്ദേഹം എന്റെ അവസ്ഥ മനസ്സിലാക്കി എന്നെ പുതിയ വഴിയിലൂടെ പറഞ്ഞു വിടുകയായിരുന്നു. അതെന്ത്? പാർക്കിന്റെ പുറകിൽ പുതിയ വഴി പണിതാ? എന്നെന്തിനാ വിളിക്കണേ? നീ ഉറങ്ങിക്കോ മകളെ. കേശു കേശു പോടാ. ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ വയലിൽ കളിക്കായിരുന്നു. കളിച്ചോണ്ട് വന്നപ്പോൾ ഒരു വലിയ എരുമ കയറും പൊട്ടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ കൂടെ നിന്നവരൊക്കെ 4 പാടും തെറിച്ചു കൊടുക്കണം. ഞാൻ മാത്രം ധൈര്യത്തോടെ നെഞ്ചി പിരിച്ചിങ്ങനെ നിന്നു. അയ്യപ്പ എരുമ ചിറ്റപ്പനൊന്നും ചെയ്തില്ലേ? ചിറ്റപ്പന എരുമ എന്ത് ചെയ്യാൻ? ഞാൻ നോക്കിയപ്പോഴേ ഈ ഓടിയമാരില്ലേ തല ഒത്തര വീഴുന്നു, നെറ്റി ഇവിടെ കാലി എല്ലാം മുറിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. ചിറ്റപ്പനെ പേടിച്ചനങ്ങാൻ നിന്നിപ്പിച്ചാണ് കേട്ടു. ഓടിയൊന്ന് എരുമ ഇത് കണ്ട് തിരിഞ്ഞ് നാണം കേട്ട് ഒറ്റ ഓട്ടം. എടാ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ മുമ്പ് എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാ. നിന്റെ അപ്പൂപ്പനാടാ സമ്മതിക്കാത്തത്. പോടാ. അല്ല ഞങ്ങൾ അറിഞ്ഞതേ ഭവാനിയാണ് സമ്മതിക്കാത്തത്. എന്റെ ശങ്കര, ആൾക്കാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ഇവന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഞങ്ങൾ കൊടുത്തു, അത് തന്നെ ധാരാളം. അത് തന്നെ കൂടിപ്പോയത് കുറെ തെണ്ടികൾ പറഞ്ഞു വരച്ചുകൊണ്ടാണ് അല്ലേ അവര് ബന്ധുക്കള്. നിങ്ങൾ എന്തെങ്കിലും കല്ലൂടെ നിൽക്കുന്നേ കണ്ടില്ല? അവളെ കൊണ്ട് വന്ന് നിൽക്കുന്ന നിപ്പ് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്താ ദേവി, എന്ത് വിദ്യ, എന്നെ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? എടി മോളെ, നീ ഒന്ന് സഹിക്ക്. എല്ലാ വേദനയും നെഞ്ചിലൊതുക്കി അവൻ നിൽക്കണം കണ്ടില്ലേ? നീ ഇന്നലെ അമ്മേരെ മുമ്പ് കിടന്ന് ചാടണ ഞാൻ കണ്ട്. ഞാൻ പിന്നെ പൊട്ടനെ പോലെ കേട്ടോണ്ട് നിന്ന്. പറയടാ, ആരാടാ നീ ഫോൺ ചെയ്യണത്? പറയടാ. അവൻ പോട്ടറ ബാലു, അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അമ്മൂമ്മയോട് ആര് പറഞ്ഞു എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്? പറഞ്ഞതാ കുറ്റം. നിനക്ക് പ്രശ്നമില്ലെങ്കിൽ തലയെ തീടിച്ചാലും ആരാടാ നീ വിളിക്കുന്നത്? നിന്റെ അമ്മ ഞാനാടാ വിളിക്കുന്നത്?
എന്റെ അമ്മ വല്ലാത്ത പണിയായിട്ട് കാണിച്ചേ. അവിടുത്തെ രീതിയൊക്കെ കൊള്ളാൻ നല്ലതാണ്, പക്ഷെ അത് ഞങ്ങൾക്ക് ചേരില്ലമ്മ. ഞാൻ കൊടുത്ത് 25,000 രൂപ വാങ്ങിച്ചാ. പിന്നെ 25,000 തിരിച്ചാ നിന്റെ അച്ഛൻ കുട്ടമ്പിള്ള അവിടെ ഇരിക്കല്. അല്ല മാമ ഇവിടെ നിൽക്കല്. ഏതൊക്കെ രീതിയിൽ എന്റെ അമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റണോ അങ്ങനെയൊക്കെ ചെയ്യണം, പറയണോട്ടാ. നിന്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തുമ്പോ നിനക്ക് വിഷമില്ലടാ. എന്നെ കുറ്റപ്പെടുത്തുന്നതിന് അച്ഛൻ ഓരോ തരികട കാണിക്കുമ്പോ ഓരോ ചോദ്യം ചോദിക്കും, അച്ഛന് വിഷമാവും. അതിന് ഞങ്ങളെന്ത് വിഷമിക്കണത്? നിനക്ക് വിഷമില്ലല്ലേ? ശരിയടാ, ഞാൻ ഒറ്റയ്ക്ക് വിഷമിച്ചോളാം. എനിക്ക് കുറച്ച് വിഷമം തരോടാ. എന്തിന്? നിനക്കൊക്കെ കലക്കി തരാൻ. എല്ലാവരും അതിന് പേപ്പട്ടി ആയിരിക്കും എനിക്ക് അടിച്ചിട്ടുള്ളത്. ഏയ് പേപ്പട്ടിയൊന്നുമില്ല. ഇത് ഏതാ വിഷം എന്ന് പറയുന്ന നാടൻ പട്ടി. എല്ലി കണ്ടപ്പം കടിച്ചു. അച്ഛാ ഇല്ല മക്കളെ, പോട്ട് കുഴപ്പമൊന്നുമില്ല. എന്താ കേശു, നിനക്ക് ആ പട്ടി കണ്ട തിരിച്ചറിയാടാ? തിരിച്ചറിയാച്ച ഒരു ചെമ്പൻ പട്ടിയ, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പം നോക്കിയാൽ ഓടിക്കൂടെ നടക്കുന്നത്. ഇനി ആ കാര്യം കൂടെ ഓടൂല. അതെന്താ അച്ഛനെ എന്റെ അടുത്ത് നടന്നുകൊണ്ട് പോകാൻ പറയൂ? സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.